അടുത്തതായിട്ട് പടവലങ്ങ പറ്റിച്ചത്. ഇതൊരു പ്രത്യേക ഡിഷാണ്. ഇത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായിട്ടുള്ള ചില വീട്ടുകളിലൊക്കെ മാത്രം ഉണ്ടാക്കുന്ന ഒരു ഡിഷാണ്. അതിന് വേണ്ടിയത് എന്തൊക്കെയാന്ന് അമ്മ എന്ന് പറഞ്ഞ നീളത്തിലരിയുക. അതായത് ഒന്ന് നോക്കിക്കേ, ഒരു പടവലങ്ങ ഇതേമാതിരി കാണാമല്ലോ അല്ലെ, നീളത്തിലരിഞ്ഞ പടവലങ്ങകള്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയാണ് വേണ്ടത്? പച്ചമാങ്ങ. അതായത് നോക്കിക്കേ, നമുക്ക് കുറച്ച് പച്ചമാങ്ങ അരിഞ്ഞത്. പിന്നെ വേറെ എന്താണ്? കറിവേപ്പില, പിന്നെ പച്ചമുളക്, തേങ്ങ, ചുമന്നുള്ളി, ഇവ മിക്സി വെച്ച് ചതച്ച് ഈ കൂട്ടുകളെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഒരു പാത്രത്തിൽ ഇട്ട് മിക്സ് ചെയ്യുക. കൂട്ടുകളെല്ലാം പാത്രത്തിലിട്ട് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക. അപ്പൊ ഇതിനകത്ത് അമ്മ ഓൾറെഡി ഉപ്പ് ഇട്ടോ? ഇല്ല, ഉപ്പിട്ടില്ല അല്ലേ? ഉപ്പും ഇട്ട് ശരിയായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഇതിൽ കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ. പടവലങ്ങയ്ക്കകത്ത് വെള്ളം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് അധികം വെള്ളം ഒഴിക്കേണ്ടത് അല്ലേ? അത് നമ്മുടെ മദേഴ്സ് റെസിപ്പിയുടെ സീക്രട്ട്. ഇനി എന്ത് ചെയ്യണം? അത് കഴിഞ്ഞ് അത് അടച്ചു വെക്കുക. എത്ര നേരം ഏകദേശം അടച്ചു വെക്കണം അമ്മേ? കുറച്ചൊരു 5-10 minutes. ലോ ഫ്ലെയിമിൽ, അതായത് ചെറിയ തീയില് ഒരു 10 മിനിറ്റ് അത് അങ്ങനെ അടച്ചു വെക്കുക. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ടോ ഉണ്ടാക്കുമ്പം? അധികം വെന്തു പോകാതെ പച്ച നിറം നഷ്ടപ്പെടാതിരിക്കാൻ ഇത് പെട്ടെന്ന് അടപ്പ് മാറ്റി നമ്മൾ ചിക്കി തോർത്തി ശകലം വെളിച്ചെണ്ണ ഒഴിച്ച്, പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ചിക്കി തോർത്തി എടുത്താൽ മതി. അപ്പൊ അതിന്റെ ഗ്രീൻ കളർ നിൽക്കും. മദേഴ്സ് സീക്രട്ട്, അതും ഒരു മദർ സീക്രട്ട് ആണ്. ഇങ്ങനെയുള്ള ചെറിയ സീക്രട്ടുകൾ ഉണ്ടെങ്കിലേ നമ്മുടെ ഡിഷിനൊക്കെ നമ്മുടെ നാടിനായിട്ടുള്ള രുചി കിട്ടത്തുള്ളൂ. ഇനി എന്താ ചെയ്യുന്നത്? വെള്ളം പറ്റി കഴിയുമ്പോൾ കുറച്ച് എണ്ണ, പച്ച വെളിച്ചെണ്ണ അതിനകത്തോട്ടൊഴിച്ച് നിങ്ങളൊന്നുകൂടെ ഇളക്കി ചൂടോടെ കഴിക്കുക. അപ്പം നമ്മുടെ പടവലങ്ങ പറ്റിച്ചത് റെഡി. ഇത് നമ്മുടെ പടവലങ്ങ പറ്റിച്ചത്.